السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. قال أبي بن كعب رضي الله عنه قلت يا رسول الله إني أكثر الصلاة عليك فكم أجعل لك من صلاتي؟ فقال ما شئت. قال قلت الربع. قلت ما شئت فإن زدت فهو خير لك. قلت النصف. قال ما شئت فإن زدت فهو خير لك. قال قلت والثلثين. قال ما شئت فإن زدت فهو خير لك. قلت أجعل لك صلاتي كلها؟ قال إذا تكفى همك ويغفر لك ذنبك. قال أبو عيسى هذا حديث حسن. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കഅബ് ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം ഖുൽതു യാ റസൂലല്ലാഹ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫകം അക്സിറു സലാത്ത അലൈക ഫകം അജ്അൽ ലക മിൻ സലാത്തി. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവിടുത്തെ മേൽ സ്വലാത്ത് ധാരാളം ചൊല്ലാറുണ്ട്. എന്നാൽ എത്ര ഭാഗമാണ് ഞാൻ അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നീക്കി വെക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, മാശിഇത, നീ ഉദ്ദേശിച്ച അത്ര നീക്കി വെച്ചോ. കാല ഖുൽതു, ഞാൻ ചോദിച്ചു, അർറുബു, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ, എത്രയാണോ നിനക്ക് കഴിയുന്ന അത്ര നീ ചെയ്തോ. ഖുൽതു, ഞാൻ ചോദിച്ചു, അർറുബു, 1/4 ആയാലോ നബിയെ, 1/4 ആയാലോ നബിയെ. ഖുൽതു കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാശീത, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. ഫൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാളും യാസ്തിയാക്കിയാൽ അത് നിനക്ക് ഖൈറാണ്. ഖുൽതു, ഞാൻ പറഞ്ഞു, അന്നിസ്ഫു നബിയെ, പകുതിയായാലോ, അതിന്റെ നേരെ എന്റെ ജീവിതത്തിന്റെ നേരെ പകുതിയാക്കിയാലോ നബിയെ, പകുതിയായാൽ പറ്റുമോ നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാശിഇത, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യൂ. ഫഹുവ ഖൈറുൽ ലക, അത് നിനക്ക് ഗുണമാണ്. അത് നിനക്ക് അതിനെക്കാട്ടിയും നീ ജാസ്തിയാക്കിയാൽ ഫൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, ഇനി അതിനെക്കാട്ടിയും ഒരു 3/4 ആക്കിയാൽ നിനക്ക് ഖൈറാണ്. കാല, അവിടുന്ന് പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, ഫസ്സുലുസൈനി യാ റസൂലല്ലാഹ്, എങ്കിൽ എന്റെ ജീവിതത്തിൽ 2/3 ഞാൻ ആക്കിയാലോ നബിയേ? എന്റെ ജീവിതത്തിൽ 2/3 ഞാൻ ആക്കിയാലോ നബിയെ? കാല, അവിടുന്ന് പറഞ്ഞു, മാശീത, നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ഫൈൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, ഇതിനെക്കാട്ടിയും കൂടുതലാക്കിയാൽ അത് നിനക്ക് ഖൈറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അജ്അൽ ലക സ്വലാത്തി കുല്ലഹാ, എന്റെ ജീവിതം മുഴുവനും ഞാൻ സ്വലാത്തിലായി വിനിയോഗിക്കാം നബിയേ. എന്റെ ജീവിതം മുഴുവനും സ്വലാത്തിലായി ഞാൻ വിനിയോഗിക്കാം. ഒരു സെക്കൻഡ് വരെ ചെലവാക്കാതെ, ഒഴിവാക്കാതെ, പായാക്കാതെ ഞാൻ ചെലവാക്കാം. കാൽനബിതങ്ങൾ പറഞ്ഞു, ഇതൻ അങ്ങനെയാണെങ്കിൽ തുക്ഫഹമ്മുക, നിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ബേജാറുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിനക്ക് തീർന്നു കിട്ടും. വയഗ്ഫറു ലക ദംബുക, തന്നെയുമല്ല നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. നിന്റെ എത്ര പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും അല്ലാഹു നിനക്ക് പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ഒരു കാൽഭാഗമെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും, ഒരു 100 സ്വലാത്ത് ചൊല്ലാനുള്ള സമയമെങ്കിലും കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, മാറ്റത്തിരുത്തലുകൾ ഉണ്ടാകും. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകൂല, പ്രശ്നങ്ങൾ ഉണ്ടാകൂല, പ്രതിസന്ധികൾ ഉണ്ടാകൂല. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, തസ്ലീമു ചൊല്ലാൻ ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.